അപ്പുപ്പ അപ്പുപ്പ എന്നാ മോളെ? പൊന്നൂസ് കഞ്ഞി കുടിക്കുന്നില്ല. പൊന്നൂസാ? പൊന്നു മോളെ, എന്താടി നീ കഞ്ഞി കുടിക്കാത്തത്? കഞ്ഞി കുടിച്ചില്ലേ നിനക്ക് വിശക്കത്തില്ലേ? അവളെ ഇങ്ങോട്ട് വിളിച്ചേടി മോളെ. എന്താ മക്കള് കഞ്ഞി കുടിക്കാത്തത്? അപ്പുപ്പ നാളെ ഓണമല്ലേ, അവൾക്ക് പുത്തൻ ഉടുപ്പ് വേണമെന്ന്. അപ്പുറത്തെ ലച്ചുവിനും വാവച്ചിക്കും പുതിയ ഉടുപ്പെടുത്ത്, എനിക്കും വേണം പുതിയ ഉടുപ്പ്. എടി പൊന്നൂസേ, അടി വേണ്ടെങ്കിൽ വന്ന് കഞ്ഞി കുടിക്കേ, സമയം 10 മണിയായി. എനിക്ക് കഞ്ഞി വേണ്ട. അയ്യോ, എന്റെ പൊന്നുമോള് ചെന്ന് കഞ്ഞി കൂടി. അപ്പിപ്പാലും അടുത്ത ഓണത്തിന് കുഞ്ഞിന് 2 ഉടുപ്പ് മേടിച്ചു തരാം. എന്റെ പൊന്നു കുഞ്ഞ് കഞ്ഞി കുടിക്കാതിരിക്കല്ലേ മോളെ. അടുത്ത ഓണത്തിന് എനിക്ക് ഉടുപ്പ് വേണ്ട. അയ്യോ എന്റെ പൊന്നു, നീ അങ്ങോട്ട് നോക്കിക്ക്. നിന്റെ അച്ഛൻ മരിച്ച കുഴിമാടത്തിലെ പൂ പോലും ഉണങ്ങിയിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായെന്നാ നീ കരുതുന്നത്? 7 ദിവസമേ ആയിട്ടുള്ളൂ മോളെ. അച്ഛനുണ്ടായിരുന്ന എനിക്ക് ഉടുപ്പ് മേടിച്ചു തന്നേനെ. ഇല്ല പൊന്നു, അച്ഛന് നമ്മളോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ അച്ഛൻ പിന്നെയും പിന്നെയും കള്ളു കുടിച്ചത്. അല്ല വാവച്ചി, അവന് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഈവനായിരുന്നു. അതുകൊണ്ടല്ലേ അവൻ അവരുടെ പുറകെ പോയത്. നിങ്ങളെ ഒന്നും ഓർത്തില്ല. പിന്നെന്തിനാണ് അച്ഛാ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ മോനല്ലേ മക്കളെ. അപ്പുപ്പ, അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും അച്ഛൻ്റെ കൂട്ടുകാരും ഇങ്ങോട്ട് വന്നില്ലല്ലോ. എൻ്റെ മോളെ, അവർക്ക് കള്ളു കുടിക്കുന്നവരെ പോരടി മക്കളെ. അവനവിടെ ചത്ത് ചാരമായി കിടക്കുമല്ലേ. പിന്നെ എന്തിനാടി അവരൊക്കെ നമ്മളെ കാണാൻ വരുന്നത്? ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല മക്കളെ. ചെല്ലി ചെല്ലി. അച്ഛാ, നേരം ഒരുപാട് ഇരുട്ടി, വന്ന് കഞ്ഞി കുടിക്കേ. പുറത്ത് മഞ്ഞുണ്ട്, വന്ന് വരാം കിടക്കാൻ വരാം. നോക്ക്. പോക്കോ പോക്കോ. അച്ഛാ, നേരം വെളുക്കാറായപ്പോ കുടിച്ച് വെളിവില്ലാതെ വന്ന് നിൽക്കുവാണല്ലോടാ നീ. ഓ അയ്യോ, അച്ഛനെന്താ സ്വപ്നം കാണുകയാണോ? എടാ, നിന്റെ ഭാര്യ 2 പെൺകുഞ്ഞുങ്ങളും അകത്ത് കിടക്കുന്നത് നിനക്ക് വല്ല ഓർമ്മയുണ്ടോടാ? എടാ, ഇപ്പോഴത്തെ കാലം വളരെ മോശമാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? നീ ഒരു മനുഷ്യനാണോടാ നീ? അച്ഛാ, ഞാൻ മരിച്ചു പോയച്ചാ. എൻ്റെ സഞ്ചാരവും കഴിഞ്ഞില്ലേ? എടാ, ഡോക്ടർ എത്രയോ തവണ നിന്നോട് പറഞ്ഞ് നീ ഇനി കുടിച്ചാ മരിച്ചു പോകുമെന്ന്. എന്നിട്ട് നിനക്ക് ഈ കുടി നിർത്താറായില്ലേ മോനെ? നീ എന്നെ ഓർക്കണ്ട, ആ കുഞ്ഞുങ്ങളെ തള്ളയെങ്കിലും ഒന്ന് ഓർക്കടാ നീ. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. ഇത്രയും പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, നീ എങ്ങാനും ചത്തുപോയ ആ അകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളും തള്ള എങ്ങനെ കഴിയുവടാ? അവര് തെണ്ടി തിന്നുവോ? ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ട് വരാനാണെങ്കിൽ
നീ ഇങ്ങോട്ട് വരട്ട. ഇതിനകത്ത് നിന്നെ ഞാൻ കയറ്റത്തില്ല. നീ എങ്ങോട്ടെങ്കിലും വരെ പൊക്കോടാ. നിന്നെ ഈ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല. പോടാ ഓ. അച്ഛാ അച്ഛാ, അവനെന്തിയേ മോളെ? ആരാ അച്ഛാ? ഒന്നുമില്ല. അച്ഛനൊന്ന് മയങ്ങിപ്പോയി. ഒന്നുമില്ല മോളെ. അച്ഛനോട് പറഞ്ഞതല്ലേ രാത്രി അകത്ത് കയറി കിടക്കാനായിട്ട്? ഓരോന്ന് പറഞ്ഞ് രാത്രി പിള്ളേരെയും പേടിപ്പിക്കും. അയ്യോ അമ്മ ദേ അങ്കിൾ. കൊച്ചെ, നേരെ നോക്കി നടാ. അങ്കിളെ. വാ ഇങ്ങോട്ട്. എന്താ അമ്മ അങ്കിള് നമ്മളെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? നീ അവിടെ ഇരുന്നോളെ, വെയിൽ കൊണ്ടട്ടാ. നീ എന്തിനാ ഈ പിള്ളേരെയും കൊണ്ട് വന്നത് ഈ കൊറോണ കാലത്ത്? അതെനിക്കറിയാം ചേച്ചി. ഈ പിള്ളേരെ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ട് പോരും? തിരിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പിള്ളേർ ജീവനോടെ കാണുമെന്ന് എന്താ ഉറപ്പ്? ക്ഷീണം ഉണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോക്കൂ. കഷ്ടമുണ്ട്, എന്ത് ചെയ്യാനാ? ഒന്ന് വേഗം ഒഴി. എത്ര നേരമായി. ആശാന എങ്ങനെയുണ്ട്? വെള്ളമൊന്നും വേണ്ട, ഒഴിച്ചോ. മതി ആശാന. അടിയടാ ആശാന, ടച്ചിങ് ഇല്ല. സാധനം അത്ര പോരാ. എടാ തൊട്ടു നോക്കാനോ ഒന്നും കപ്പലണ്ടിയെങ്കിലും മേടിക്കേണ്ടതായിരുന്നു. എന്നെ ആ അടുത്ത കോള്. അടുത്ത കുരിശാണല്ല. ഏതാടാ ഈ പയ്യൻ? മകന്റെ കൂട്ടുകാരനാണ് ആശാനെ. ഓഹോ, നീ ഏതാടാ? ഇവൻ ചത്തുപോയ വരമവാസിയുടെ മകനാ. ഇവന് ഒരു ദക്ഷിണ മേടിച്ച് ആശാൻ തുടങ്ങി കൊടുക്കണം. എടാ ദക്ഷിണ കുപ്പിയായിട്ടാണോടാ കൊണ്ടുവന്നിരിക്കുന്നത്? അതെ അതെ. ആ അത് മതി. എടാ ആശാന് കൊണ്ട് കൊടുത്തിട്ട് വാടാ. കൊണ്ടുപോകണം മക്കളെ, നന്നായി വരും. തൊട്ടു നോക്കാനൊന്നും കൊണ്ടുവന്നില്ലടാ. ഇന്നത്തെ അവന്റെ കൂലിയാണത്. അത് ശരി. നാളെ മുതൽ നീ എന്തെങ്കിലും നക്കാൻ കൂടി കൊണ്ടുവരണം. എടാ ഗ്ലാസിങ് ഇട്, അവനൊരെണ്ണം കട്ടിക്ക് ഓസിന് നക്കി ആശാന്റെ നാക്കി നൂട്ട വീഴുവേ. അന്നേ ഒരെണ്ണം ഞാനും പിടിക്കട്ടെ. അല്ലേ വേണ്ട, നീ തന്നെ ചെയ്തു. നീ ഇത് കട്ടിക്ക് തന്നെ അടിച്ചോ. ഇതാണ് ഏറ്റവും നല്ല തുടക്കം. ആ തെറിപ്പിച്ചോ. അതെന്തിനാ ആശാനെ? എടാ അതെ, ചത്തുപോയ ചില തെണ്ടികൾ ആത്മാക്കളൊക്കെ ഇവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞൊക്കെ കറങ്ങിയാണ്. അപ്പോൾ അവന്മാരെയൊക്കെ കണ്ണ് കെട്ടാതിരിക്കാനും കൊതു കിട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയാ. പറഞ്ഞു മനസ്സിലായില്ലേ? ആ നീ അടിച്ചോ. തെണ്ടിയേ, നിന്റെ തന്തയാടാ. ആരാ എൻ്റെ തന്തക്ക് വിളിച്ചതാരാടാ? നീയാണോടാ? ഞങ്ങളാരും ആശാന്റെ തന്തക്ക് വിളിച്ചില്ലേ? ആരും വിളിച്ചില്ല ആശാനെ. ആരും വിളിച്ചില്ലേ? ആരും തന്തക്ക് വിളിച്ചു കേട്ടാ. എടാ നീ ഇതുവരെ അത് കുടിച്ചില്ലേ? പേടിയടാ അങ്ങോട്ട്. നീ എൻ്റെ പേര് കളയരുത്. എടാ ഒരെണ്ണം കൂടി ഒഴിയടാ ഒരെണ്ണം കൂടെ. ആശാനെ കത്തുന്നില്ല ആശാനെ. കത്തട്ടാ. കത്തി നിന്റെ കുടലിന് നല്ല തഴമ്പാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. നിനക്ക് നല്ല തുടക്കമാ കേട്ടാ. അടിച്ചോ. നീ എവിടെ ഇരിക്കാൻ പോണ്? ഒന്നും വേണ്ട, നാളെ പണിക്ക് വന്നാൽ മതി. പോ ആശാനെ, ഞാനിന്നൊരു കാഴ്ച കണ്ട ആശാനെ. ബിജിക്കുട്ടൻ്റെ ഭാര്യ പിള്ളേരെയും കൊണ്ട് തൊഴിലുറപ്പിന് പോണ ആശാനെ. വളരെ ദയനീയമാണ് ആശാനെ. നീ അത് അടിച്ചിട്ട് പോകാൻ നോക്ക്. മേലെ ചത്തുപോയ ഒരു തെണ്ടിയുടെ കാര്യവും ഇവിടെ പറയരുത്. മനസ്സിലായില്ല? വേണ്ട.
വിട്. ആരാടാ മുഖത്തിട്ട് തുപ്പിയത്? മോന്തൊക്കിട്ട് തുപ്പിയത് ആരാടാ? ആശാനെ ഞങ്ങള് തുപ്പിയ തുപ്പിയെന്ന് പറയും. നീ കൊറേ നേരമായിട്ട് നീയൊക്കെ കൊറേ നേരമായിട്ട് വിട്ട് നമ്മുടെ തന്തൊക്കെ വിളിക്കുന്നത് ദേ ഇപ്പൊ മുഖത്തിട്ട് തുപ്പിയിരിക്കുന്നു. ഇവനാണോ? നീയാണോ തുപ്പിയത്? നിങ്ങളല്ല, നിങ്ങൾ ആരുമല്ല. ആരുമല്ല. ഞങ്ങളല്ല. അല്ല അത് ശരി. കളയല്ല, പുല്ലിന് തീ പിടിക്കും. ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. എടാ ഈ സ്ഥലം അത്ര ശരിയല്ലേ കേട്ടോ. ഇതൊരു ചുടലപ്പറമ്പാണെന്നാ തോന്നുന്നു. ഇനി മുതൽ നമുക്ക് ഇവിടെ ഇരിക്കണ്ട കേട്ടാ. ഇവിടെ ഈ മരത്തിലൊക്കെ ആരൊക്കെ തൂങ്ങിച്ചത്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇനി ഇവിടെ ഇരിക്കണ്ട. എൻ്റെ മുഖത്തിട്ട് തുപ്പി നമുക്ക് ഇവിടുന്ന് പോകാം. ഇവിടെ ഇനി കൂടണ്ട. നാളെ മുതൽ അടുത്ത സ്ഥലം നോക്കിക്കോണം. ഓക്കെ, തീർച്ചയാക്കാം. അയ്യോ, എൻ്റെ മോളെന്തിയേ? അവളെ കാണുന്നില്ലല്ലോ. മോളെ എഴുന്നേറ്റേ. പൊന്നൂസ് എന്തിയേ? അച്ഛാ, അച്ഛാ, പൊന്നു എന്തിയേ? അവളെ കാണുന്നില്ലല്ലോ. അയ്യോ മോളെ പൊന്നൂസേ, കൊച്ചിനെ കാണുന്നില്ലല്ലോ. എന്റെ പൊന്നു. പൊന്നുവേ, കണ്ടോടി അവളെ. പൊന്നു, എന്റെ മോളെ. എന്റെ പൊന്നു മോളെ ഇങ്ങോട്ട് വാ. എന്റെ ഒത്തോ, നീ ഇവിടെ നിൽക്കണ്ട. അയ്യോ, ചത്താൽ ഈ മനുഷ്യൻ ഞങ്ങൾക്ക് സ്വസ്ഥ എടുത്തില്ലല്ലോ എന്റെ ദൈവമേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ